അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സ്വലാത്തിൽ ഇനേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു, ഉണ്ട്. അതിന് വല്ല സനദും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിന്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതാണ് അതിന്റെ വസ്തുത. ഇയാള് വന്നാലേ ചെലവടക്കം കൊടുക്കാൻ ഇയാളോട് വേറൊരാള് ടെലിഫോണിൽ പറയും. നമ്മളതിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒന്നാമത്തിന്റെ ആരാണ് ഇയാൾക്ക് ഇത് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വന്നാൽ പറഞ്ഞുതരാനൊക്കെ പറയാനല്ലാതെ നേരത്തെ ശരിക്കും പറയുന്നില്ല. രണ്ടാമത്തിന്റെ സ്ഥലത്തൊക്കെ അവിടെ വായിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തിനെ കുറിച്ച് കാന്തപുരത്ത് തങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള സ്വപ്നം കാണിച്ചു മാറത്തേക്ക്. അത് ഒരു കാരണവശാലും ശരിയാൻ സാധ്യതയല്ല. ഇങ്ങനെ എന്ത് കാര്യം വന്ന സ്ഥലം നോക്കിയിട്ടില്ലല്ലോ. രണ്ടാമത്തിന്റെ ചിലവർ വായിച്ചിട്ടുണ്ട്, രണ്ടാമത് നമ്മൾ നോക്കി പരിശോധിച്ചിട്ടൊന്നുമില്ല. അതതിന്റെ രത്ന ചുരുക്കം. നമുക്ക് ആ ഒന്നാമത്തെ പത്രം വിളിച്ചാൽ മതി. രണ്ടാമത്തെ പുതിയ കൊല്ലത്തിൽ നമ്മൾ പഠിക്കട്ടെ. ഒന്നാമത്തെ ആരാണ് ഇയാൾക്ക് കൊടുത്തത്, ഇത് ഫുള്ളും ആണെന്നില്ല, ആരാണ് ഇയാൾ കൊടുത്തത്, കറക്റ്റ് അഡ്രസ് തരാൻ പറ്റുമെന്നൊരു ഉറച്ചു നിൽക്കാം. അപ്പൊ പറഞ്ഞു, ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ ചെലവും ഞങ്ങൾ വായിച്ചോളാം. നിങ്ങൾ അമ്പലക്കട ഉസ്താനും കൂട്ടി അമ്പലക്കട ഉസ്താനും ചെലവ് ഞങ്ങൾ കൊടുക്കണം. ഇവിടെ കൊടുത്താൽ കണ്ടാൽ സമാധാനമായി. രണ്ടാമത്തിന്റെ സ്ഥാനത്ത് അമ്പലക്കട ഉസ്താദ് കൊണ്ടിട്ടല്ല നിങ്ങളാണ് വായിച്ചത് മറക്കത്തില്ലേ? അതിന് പബ്ലിക്കായി വായിച്ചില്ലേ? അപ്പൊ ഒന്നാമത്തിൽ എന്തായാലും വായിക്കാൻ മതി തന്നെ ചോദിച്ചാൽ മതി. അന്ന് പോലും ഒന്നാമത്തെ വായിച്ചിട്ടില്ല. അപ്പോ എതിർക്കേണ്ട കോലം പറഞ്ഞു കൊടുത്തതാ. അതായത് അമ്പലക്കട ഉസ്താദിനെ കൊണ്ടുവന്ന് ചെലവ് അവര് തരാന്ന് പറയുന്നുണ്ട്. എന്നാ സംശയം തീർന്നു പോലോ. അപ്പൊ ഇയാൾ പറയാ, അത് രണ്ടാമത്തെ സനത് അമ്പലക്കടവ് വന്നിട്ട് എല്ലാരും വായിച്ചു. അപ്പൊ ഇത് അമ്പലക്കടവ് വരാണ്ട് തന്നെ വായിച്ചൂടെ എന്ന് ചോദിച്ചാൽ അമ്പലത്തിന്റെ മുറുക്കി പിടിച്ച് അതെന്നെ ചോദിച്ചാ മതി, ഞാൻ വരൂന്നല്ല. ഒന്ന്. രണ്ടാമത്തെ അയാൾ തന്നെ നേരത്തെ പറയാണ്, വന്നാ കാണിച്ചു തരാന്ന് പറയാന്നല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അയാൾ തന്നെ പറയാൻ. രണ്ടും നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അയാൾ വന്നാൽ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു എന്നില്ല. അയാളും സമ്മതിച്ചു. ചെലവ് തരാന്ന് പറഞ്ഞു എന്നിട്ടും അയാൾ വരാൻ തയ്യാറില്ല, നോക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, ഒരു തങ്ങളുണ്ടായിരുന്നു, ആ തങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു ചുള്ളിക്കോടിനെ. ഞങ്ങൾക്ക് ഇതൊന്ന് ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇരുന്നൂടെ, പ്രസംഗം നടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഇരുന്നൂടെ. ഇങ്ങനെ 1000 പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷമുള്ള പ്രസംഗം ഈ പറയുന്നത്. കോഴിക്കോട്ടുള്ള പ്രസംഗം നടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇരുന്നൂടെ. എന്തിനാ? ഈ പ്രസംഗം നടത്തരുത് എന്ന് നേതാക്കളായ ഒരുപാട് ആളുകൾ, ഞങ്ങളാരുമല്ല, ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ഒരൊറ്റ കുട്ടി നിങ്ങളൊരു പ്രസംഗിക്കേണ്ടാന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് പറയുന്ന പരിപാടിയില്ല. വേറെ ആരോ ഇടപെട്ട് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവരെ മുഴുവനും ധിക്കരിച്ച്, അതിൽ സംഘന്മാരുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം, എല്ലാരെയും ധിക്കരിച്ച് ഒരു പരിപാടി നടത്തുകയാണ്. അപ്പൊ ആ പരിപാടി പറയാണ് ഒരു അരമണിക്കൂർ എന്ന് ചോദിച്ചിട്ട് തങ്ങൾക്കറിയാൻ സമ്മതിച്ചില്ല. ഏതാ തങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. വാസ്തവത്തിൽ അതിന് വ്യക്തമായ മറുപടി
അന്ന് ചുള്ളിക്കോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയേണ്ട സ്ഥലത്തൊക്കെ പറഞ്ഞു, ഇതിനെ കാണക്ക വലിയ പട്ടിക്കാരെന്ന് പറഞ്ഞു, എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇനി നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ടിരുന്നാ മതി, നിങ്ങളെ കോഴിക്കോട്ടെ പരിപാടി കഴിഞ്ഞിട്ടിരുന്നാ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അതെന്തിനേനൊന്നറിയോ? അങ്ങനെ ഇരുന്നിട്ട് അതും ഒന്ന് പറയാലോ, ഞാൻ അരമണിക്കൂർ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് ഒരു തെളിവും കണ്ടിട്ടില്ല എന്നൊരു കളവ് പറയാലോ. അതിനു വേണ്ടിയായിരുന്നു. അത്ര പോയത്തക്കാരല്ലോ ഞങ്ങൾ, അത്ര പോയത്തക്കാരല്ല. ഇരിക്കട്ടെ.